ഈ പനാമ കനാൽ എന്നുള്ളൊരു എഞ്ചിനീയറിംഗ് മാർവല് ലോകത്തിന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എത്ര വലുതാണെന്നറിയും. അതായത് ഈ ലോക വ്യാപാരത്തിൽ തന്നെ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതിങ്ങനെ ചുറ്റി, അതായത് പസഫിക് ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കനാലാണ്. ഇത് പണ്ട് ഒരുപാട് ചുറ്റിയിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 8000 മൈൽസോളം നമുക്ക് ഈ ഒരു കനാൽ വഴി റെഡ്യൂസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ മെയിൻ ചാലഞ്ചസ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തായിരുന്നു. അതായത് ഇത് പണ്ട് കാലങ്ങളിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 25,000-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് രോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെറൈനായിരുന്നു. അതായത് ഒരു മൗണ്ടെയിൻ ടെറൈനായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഭാഗം എക്സ്കവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷനും, അതായത് ഓൾമോസ്റ്റ് റെയിനി ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഇത് US ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടാണ് ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാക്കി മാറ്റിയത്. അതിനുവേണ്ടി ഇവർ കൊണ്ടുവന്ന സൊല്യൂഷനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതായത് ഈ ഒരു ഇത്രയും ഭാഗം എക്സ്കവേറ്റ് ചെയ്യാതെ തന്നെ ഈ ഷിപ്പിനെ ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചത്. അതിനുവേണ്ടി പ്രത്യേക ലോക്ക് സിസ്റ്റം ചാമ്പേഴ്സും വെച്ചിട്ട് ഈ ഷിപ്പിനെ ഇത്രയും മുകളിലോട്ട് പൊക്കിയത് ഏകദേശം ഒരു 26 മീറ്ററോളം ഹൈറ്റിലോട്ടാണ് ഇത് പൊക്കുന്നത്. അതായത് 9 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് വരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പോലും അപ്ലൈ ചെയ്യാതെ ഈ ഒരു വെള്ളത്തിൻ്റെ ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊക്കിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കനാലിലേക്ക് കടത്തി വിട്ടിട്ട് അപ്പുറം സൈഡിലെത്തുമ്പോൾ ഇതേ മെക്കാനിസം വെച്ചിട്ട് വീണ്ടും ഓഷ്യനിലോട്ട് തന്നെ കണക്ട് ചെയ്ത് പോവാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇവർ ഈ ഒരു പ്രൊജക്റ്റ് ഗിവപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയൊരു മാറ്റം ഈ ഒരു വ്യാപാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു.